ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ മustha. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറന്റ് അഫയേഴ്സിൽ ഹിന്ദു അനാലിസിസ് 21 നവംബറിൽ ന്യൂസ് ആണ്. പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസുകൾ മിനിമം സപ്പോർട്ട് പ്രൈസ്, ടൂറിസം സെക്ടർ, കോൾ, ഈ 3 കാര്യങ്ങൾ നമുക്ക് പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കേണ്ടതുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ ഈ ഒരു ന്യൂസ് അനാലിസിന്റെ PDF നമ്മൾ ടെലിഗ്രാം ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇതുകൂടാതെ UPSC ബന്ധപ്പെട്ട പല കാര്യങ്ങളും പല മെറ്റീരിയൽസും NCERT ബന്ധപ്പെട്ട മെറ്റീരിയൽസും PDF എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ടെലിഗ്രാം ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് UPSC പഠനം സാധ്യമാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള പ്രീസിയം ക്ലാസ്, പ്രിലിംസ് മെയിൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതല്ല KS ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് KSന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. അതിലേക്ക് ജോയിൻ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഇവിടെയുള്ള നമ്പറുമായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫസ്റ്റ് ന്യൂസിന് മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ്. അത് GS3-ലും 2-ലൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അപ്പം മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ റേറ്റ് അറ്റ് വിച്ച് ദ ഗവൺമെന്റ് പർച്ചേസസ് ക്രോപ്പ് ഫ്രം ഫാമേഴ്സ്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റ് എന്താണ്, ബേസ്ഡ് ഓൺ ദ കാൽക്കുലേഷൻ ഓഫ് ദി അറ്റ്ലീസ്റ്റ് 1.5 ടൈം ഓഫ് എ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്ലൂഡ് ബൈ ദ ഫാമേഴ്സ്. അപ്പൊ ഏകദേശം ഫാമേഴ്സിന് വരുന്ന കോസ്റ്റിന്റെ 1.5 അറ്റ്ലീസ്റ്റ് 1.5 കോസ്റ്റ് പ്രൊഡക്ഷൻ അവർക്ക് കിട്ടുന്ന രീതിയിൽ ഫാമേഴ്സിന് കൊടുക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ്. ഓക്കെ, അവർക്ക് ഉറപ്പ് കൊടുക്കുന്ന, അവരുടെ ക്രോപ്സിന് ഉറപ്പ് കൊടുക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസിനെ പറയുന്ന പേരാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ MSP. നമ്മൾ ഓൾറെഡി ഫാം ലോ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി, വിഡ്രോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും MSPക്ക് നിർബന്ധമായിട്ട് ലെജിസ്ലേഷൻ വേണമെന്നുള്ള പ്രൊട്ടസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് MSPയെ കുറിച്ച് അറിഞ്ഞിരിക്കൽ നല്ലതാണ്. അപ്പൊ MSPന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ക്രോപ്സുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. ഏകദേശം CACP ആണ്, കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. 22 മാൻഡേറ്ററി ക്രോപ്സിനാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് ഷുഗർ കെയിനും. ഇത്തരത്തിൽ 23 ഇതിനാണ് ടോട്ടൽ ആയിട്ട് എന്ത് ചെയ്യുന്നത് MSP അല്ലെങ്കിൽ MSP റിലേറ്റഡ് പ്രൈസ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. 22 and +1. CACP എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ മിനിസ്റ്ററിന്റെ അറ്റാച്ച്ഡ് ഓഫീസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതിൽ ഏകദേശം ക്രോപ്സ് എന്ന് പറയുന്നത് 14 ക്രോപ്സ് ഓഫ് ദി ഖാരിഫും 6 റാബി ക്രോപ്സും 2 അതർ കൊമേഴ്ഷ്യൽ ക്രോപ്സും ആണ്. അതിന് കൂടെ നിങ്ങൾ ഖാരിഫ് എന്താണ്, റാബി എന്താണ്, സെയ്ദ് എന്താണെന്നുള്ള ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കൂടാതെ കുറച്ച് അസ്ഗർ കോക്കനട്ട് പോലത്തെ ക്രോപ്പ് അതിലേക്ക് ഇൻക്ലൂഡ് ആണ്. ഏതൊക്കെയാണ് ക്രോപ്പുകൾ എന്നുള്ളത് ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നോക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഇത് നമ്മുടെ MSP റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വേരിയസ് ഫാക്ടേഴ്സ് നോക്കുന്നുണ്ട്. ഒന്ന് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്, കൾട്ടിവേഷൻ സ്വാഭാവികമായിട്ട് നോക്കും. ഓക്കെ, അത് കൂടാതെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സിറ്റുവേഷൻസ് നോക്കുന്നുണ്ട്. കമ്മോഡിറ്റിന്റെ മാർക്കറ്റ് പ്രൈസ് ട്രെൻഡ്സ് നോക്കും. പാരിറ്റി, മറ്റുള്ള ക്രോപ്പായിട്ടുള്ള പാരിറ്റി പ്രൈസിലൊക്കെ നോക്കും. ഇംപ്ലിക്കേഷൻസ് നോക്കും. ഇംപ്ലിക്കേഷൻ ഓൺ ഫോർ കൺസ്യൂമേഴ്സ്, ഇൻഫ്ലേഷൻ. പിന്നെ പോലെ തന്നെ സോയിൽ ആൻഡ് വാട്ടർ യൂസ്, അത് MUവിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് MSP തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. 3 രീതിയിലാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് തീരുമാനിക്കാറ്. CACP 1 എന്ന് പറയുന്നത് A2 എന്നുള്ള മെത്തേഡാണ്. A2 എന്ന് പറയുമ്പോൾ കവേഴ്സ് ഓൾ പെയ്ഡ് ഔട്ട് കോസ്റ്റ് ഡയറക്ട്ലി ഇൻക്ലൂഡ് ബൈ ഫാമേഴ്സ്. ഫാമേഴ്സ് ക്യാഷ് ആയിട്ട് അവർ കൊടുത്ത, ഇൻ ക്യാഷ് ആയിട്ട് അവര് പേ ചെയ്ത്, ഫോർ എക്സാമ്പിൾ സീഡ്സിന്, ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്സ്, ലാബേഴ്സിന്, ഇതിനൊക്കെ കൊടുത്ത ആ അമൗണ്ട് നോക്കുന്നതിനാണ് A2 എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിൽ ഫാമർ സ്വന്തമായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നതിന്റെ കൂലി കൂട്ടുന്നില്ല, അദ്ദേഹം പേ ചെയ്ത കാര്യം മാത്രമേ കൂട്ടുന്നുള്ളൂ ക്യാഷ് ആയിട്ട്. അതാണ് A2. അതേസമയത്ത് A2 + FL ആണെങ്കിൽ ഫാമേഴ്സ് ലേബർ ആയിട്ടും കൂട്ടും. അപ്പൊ A2ലേക്ക് പ്ലസ് ആൻഡ് ഇമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് ദി അൺപെയ്ഡ് ഫാമിലി ലേബർ എന്നുള്ളതാണ് FL ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ധാരാളം ഫാമിലി അതിൽ വർക്ക് ചെയ്യുന്നതിന് അവർക്ക് പേ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അവരുടെ അൺപെയ്ഡ് പേയും കൂടി കൂട്ടിയിട്ടുള്ള ആ വാല്യൂ കൂടി കൂട്ടുന്നതാണ് A2 + FL എന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ C2 എന്നുള്ള ഒരു മോഡൽ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഒന്നുപാടെ കോംപ്രഹെൻസീവ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു A2ന്റെ കൂടെ, A2 + FLന്റെ കൂടെ അവരുടെ ആ ഭൂമി, ഇപ്പൊ അവർ കൃഷി ചെയ്യുന്ന ഭൂമി ഒരു റെന്റിന് കൊടുക്കുകയായിരുന്നെങ്കിൽ അവർ കിട്ടുന്ന ഇൻട്രസ്റ്റും കൂടി അതിന്റെ കൂടെ കൂട്ടുന്ന അറിഞ്ഞിരിക്കാം. ഓക്കെ, ദ ഫാക്ടേഴ്സ് ഓഫ് റെന്റൽ ഇൻട്രസ്റ്റ് കൂടി എന്തിന്റെ ഓൺ ലാൻഡ് കൂട്ടുന്നുണ്ട് അറിഞ്ഞിരിക്കുക. ക്യാപിറ്റൽ അസറ്റ്സ് ഒക്കെ പ്രധാനമായിട്ട് ട്രാക്ടേഴ്സ് ഉപയോഗിക്കുന്നില്ല, അത് റെന്റിന് കൊടുത്താൽ. അതുപോലെ തന്നെ ലാൻഡ് ഉണ്ട്, അത് റെന്റിന് കൊടുത്തിരുന്നെങ്കിൽ എത്ര രൂപ കൂടി എക്സ്ട്രാ കിട്ടും, അതും കൂടി ഇതിലേക്ക് കൂട്ടുകയാണെങ്കിൽ അതാണ് C2 എന്ന് അറിഞ്ഞിരിക്കുക. പക്ഷെ CACP നോക്കുന്നത് A2 + FL ആണ് ഇപ്പൊ നോക്കുന്നത് അറിഞ്ഞിരിക്കാം. ഓക്കെ, ആൻഡ് C2 നോക്കാറുണ്ട്. അതുപോലെ തന്നെ അതാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ആ 3 മെത്തേഡും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് ഡിസിഷൻ എടുക്കുന്ന, ഫൈനൽ ഡിസിഷൻ. മറ്റൊരു റെക്കമെൻഡേഷൻ ബോഡി മാത്രമാണ് CACP എന്ന് അറിഞ്ഞിരിക്കാം. ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്, ക്യാബിനറ്റ് കമ്മിറ്റിയാണ്. നോക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ സിഗ്നിഫിക്കൻസ് എന്താണ് ഈ MSP ഹൈക്ക് ഉണ്ടാവുമ്പോൾ? ഒന്ന് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ആഡഡ് ഫോക്കസ് ഓൺ ദ
റിച്ച് ന്യൂട്രി സീരിയൽസിലേക്കൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇതാണ് കാണുന്നത്. ഓക്കെ, അതിന് ഇൻസെന്റീവ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് കൂടുതലേക്ക് എക്സ്പാൻഡ് ചെയ്തത്. അതുപോലെ തന്നെ ടു അലൈൻ ദ MSP ഇൻ ഫേവർ ഓഫ് ദി ഓയിൽ സീഡ് പൾസസ് സീരിയൽസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി അത്തരം ഫാമേഴ്സിനെ അത് എൻകറേജ് ചെയ്യിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, അത് എൻകറേജ് ചെയ്യിക്കുന്ന രീതിയിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവരെ എൻകറേജ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ അതിലേക്കും കൂടി എന്ത് ചെയ്യുന്നത് MSP കൊടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഓയിൽ സീഡ്സ് ഒക്കെ കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ഇതിലെ ഇഷ്യൂസ് എന്തൊക്കെയാണ് ഈ ഹൈക്കിൽ ഉണ്ടായി, കുറച്ചിപ്പോൾ റീസെന്റ് ഹൈക്ക് ചെയ്തു അതിന്റെ ഇഷ്യൂ ആണ് പറയുന്നത്. ഒന്ന്, പലപ്പോഴും ഇംഗ്ലീഷ് എന്ത് ചെയ്യുന്നില്ല, മോഡസ്റ്റ് കീപ്പിംഗ് ദ മൈൻഡ് ഓഫ് കൾട്ടിവേഷൻ കോസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും അഥവാ ഡീസലും മറ്റുള്ള പ്രൈസ് ഒക്കെ കൂടിയതിന്റെ അതേ രീതിയിൽ എന്ത് ചെയ്തിട്ടില്ല, ഇത് MSP കൂടിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഇൻക്രീസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൊക്യൂർമെന്റിന്റെ വ്യക്തമായിട്ടുള്ള മെക്കാനിസംസ് ഇല്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫാം യൂണിയൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലെജിസ്ലേഷൻ ഗ്യാരണ്ടി MSP വേണമെന്നുള്ളത് നിർബന്ധമായിട്ട് പറയുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, നമ്മളിപ്പോ ഈ ഒരു 3 ഫാം ലോ ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കണം. ടോട്ടലി നമ്മൾ MSPന്റെ ഇഷ്യൂസ് നോക്കുകയാണെങ്കിൽ ഒന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് മെഷീനറി ഇല്ല പ്രൊക്യൂർ ചെയ്യാൻ. ഇപ്പൊ ഇത്ര 23 ഐറ്റംസിനൊക്കെ MSP പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ കൂടിയും പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വീറ്റ്, റൈസ്, അത്തരം കാര്യങ്ങൾക്കൊക്കെ മെയിൻ ആയിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ മറ്റുള്ളതിന് പ്രൊക്യൂർമെന്റ് സിസ്റ്റംസ് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മിഡിൽ മാനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൊക്യൂർമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു APMC വഴിയൊക്കെ പോകുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫാമേഴ്സിന് മിഡിൽ മാനിൽ ഒരു കമ്മീഷനെ കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവണം, അവരുടെ പ്രോഫിറ്റ് കുറയാനൊക്കെ കാരണമായി. അപ്പൊ നമുക്ക് സൊല്യൂഷൻ ആയിട്ട് എന്തൊക്കെ പറയാൻ പറ്റും? CSEPന്റെ 2018-19 റിപ്പോർട്ട് പ്രകാരം ഖാരീഫ് മാർക്കറ്റിംഗ് സീസണിൽ ലെജിസ്ലേഷൻ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് റൈറ്റ് ടു സെൽ അറ്റ് ദ MSP എന്നുള്ള രീതിയിൽ ഇതാക്കാൻ പറയുന്നുണ്ട്. അത് കൂടുതലായിട്ട് അവർക്ക് ഒരു കോൺഫിഡൻസ് ഫാമേഴ്സിനിടയിൽ കൂട്ടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഷുഡ് പ്രൊമോട്ട് ക്രോപ്പ് ആൻഡ് അനിമൽ അഗ്രികൾച്ചർ ഒക്കെ എന്ത് ചെയ്തതിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റിച്ച് പ്രോട്ടീൻ, വൈറ്റമിൻസ് ഒക്കെ വരുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യണമെന്നത് ഇതിലൊക്കെ പറയാൻ പറ്റും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ MSP എന്താണ്, MSP സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, MSP ഉള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിന്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ വേ ഫോർവേഡ് എന്ന രീതിയിലാണ് നിങ്ങൾ എന്ത് നോട്ട്സ് ഉണ്ടാക്കി വെക്കേണ്ടത്. അപ്പൊ അതിലേക്ക് ഈ പോയിന്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം. മറ്റൊരു ദിവസം ടൂറിസം സെക്ടറുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ ടൂറിസം സെക്ടറിൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ടൂറിസം സെക്ടർ വീണ്ടും റിവൈവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അത് GS 3-ലൊക്കെ റിസോഴ്സസ് എംപ്ലോയ്മെന്റ് എന്ന രീതിയിലൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കറിയാം കോവിഡ് ഔട്ട് ബ്രേക്ക് ഉണ്ടായ സമയത്ത് ഏകദേശം ഓൾമോസ്റ്റ് ഓൾ ഏരിയ ബിസിനസ് ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ആയിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേസ്റ്റ് അഫക്ട് ചെയ്ത ഏരിയാസ് ആണ് ടൂറിസവും അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, പ്രധാനമായിട്ടും അഫക്ട് ചെയ്ത 2 ഏരിയാസ് ആയിരുന്നു ഈ സോഷ്യൽ ഡിസ്റ്റൻസ് കൊണ്ടൊക്കെ. അപ്പൊ യുഎന്നിന്റെ ഒക്കെ റിപ്പോർട്ട് പ്രകാരം, ടൂറിസം ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് ക്രൈസിസ് ഇന്റർനാഷണൽ ടൂറിസം ഉണ്ടായിട്ടുണ്ട്. അത് 1950 മുതൽ തന്നെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ടൈമായിട്ട് പറയാൻ പറ്റും ഈ മേഖലക്ക്. അപ്പൊ നമ്മുടെ ഈ ടൂറിസം മേഖല ഇന്ത്യക്ക് നേരിടുന്ന കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കണക്ടിവിറ്റി ഉള്ള ഡെഫിഷ്യൻസീസ് ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ അത് ധാരാളം നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ഗോൾഡൻ ട്രയാങ്കിൾ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഡൽഹി, ആഗ്ര, ജയ്പൂർ ഒക്കെ കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയൊക്കെ. പിന്നെ അതുപോലെ തന്നെ പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഉള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഓൺലൈൻ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് ലിമിറ്റഡ് ആയിട്ട് നടക്കുകയാണ്, ഇപ്പൊ കോർഡിനേറ്റഡ് അല്ല എന്നുള്ളതാണ്. പിന്നെ സ്കില്ലില്ല, വ്യക്തമായ ഗൈഡൻസും സ്കില്ലും ഉള്ള ആളുകൾ ടൂറിസത്തിൽ, ഹോസ്പിറ്റാലിറ്റിയിലൊക്കെ നമുക്ക് വേണ്ടതുണ്ട്, അത് കുറവാണ്. പിന്നെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ് ടൂറിസം പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ നമ്മളുടെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നില്ല, ഇപ്പോഴും പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം ഔട്ട് ഓഫ് 140 കൺട്രീസിൽ ഇന്ത്യ 8th ആണ് കൾച്ചറൽ റിസോഴ്സിന്റെ കാര്യത്തിലും ബിസിനസ് ട്രാവലിന്റെ കാര്യത്തിലും, 30th ആണ് പ്രൈസ് കോമ്പറ്റീഷൻസിന്റെ കാര്യത്തിലൊക്കെ. ഓക്കെ, പക്ഷെ അത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് വേ ഫോർവേഡ് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും? ഒന്ന്, 1 ഇന്ത്യ 1 ടൂറിസം അപ്രോച്ച് പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. കൂടുതലായിട്ട് ആളുകൾ എന്ത് ചെയ്യുക, ഒരു നാഷണൽ ടൂറിസം കൗൺസിൽ ഉണ്ടാക്കുക. അത്തരം കാര്യങ്ങളൊക്കെ സെൻട്രൽ സ്റ്റേറ്റ് ലെവൽ ടൂറിസം മാറ്റേഴ്സ് ഒക്കെ പെട്ടെന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി 1 ഇന്ത്യ 1 ടൂറിസം അപ്രോച്ചിലേക്ക് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ടൂറിസം എന്ത് ചെയ്യുക, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് എന്ത് ചെയ്യുക, ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ കൂടുതലായിട്ട് അതിന് പ്രൊജക്റ്റുകളൊക്കെ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ആ രീതിയിലേക്ക് പറയാൻ പറ്റും. ലോൺ ആൻഡ് പ്രയോറിറ്റി സെക്ടർ ബേസിലൊക്കെ ലോൺ കിട്ടാൻ വേണ്ടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരിക. പിന്നെ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യാം. ഓക്കെ, അത് സ്വാഭാവികമായിട്ട് എംപ്ലോയ്മെന്റ് ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഹെറിറ്റേജ് സൈറ്റുകളെ കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം അത്തരം മാർഗങ്ങളൊക്കെ അതിന് വേണ്ടി NGOസിനെയും കോർപ്പറേറ്റ് CSR ഒക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതിന്റെ ഭാഗമായിട്ട് ധാരാളം പ്രോഗ്രാംസ് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. സ്വദേശ് ദർശൻ, നാഷണൽ മിഷൻ ഓൺ ദ പിൽഗ്രിമേജ് റിജുവിനേഷൻ, പ്രസാദ് എന്നുള്ള സ്കീമുകളൊക്കെ നമ്മൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അത്തരം പ്രോഗ്രാമുകളൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാം. ഈസ് ഓഫ്
ടൂറിസം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പറയുന്ന പോലെ പ്രൊമോട്ട്, ഈസ് ഓഫ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഈസി ആയിട്ട് അവർക്ക് വിസ കിട്ടുന്ന മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. പിന്നെ ഇൻക്രെഡിബിൾ ഇന്ത്യ 2.0 നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൈവേഴ്സിറ്റി ഓഫ് ടൂറിസം ഇന്ത്യ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. ബുദ്ധിസ്റ്റ് അതിന്റെ ഭാഗമായിട്ടാണ് ലൈക്ക് ബുദ്ധിസ്റ്റ് സർക്യൂട്ട്, സ്വദേശ് ദർശൻ, അഡ്വഞ്ചർ ടൂറിസം, ആൻഡമാൻ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് ആ 3 കാര്യങ്ങൾ ജസ്റ്റ് എന്താ നിങ്ങൾ നോക്കാം. സ്വദേശ് ദർശൻ എന്താണ്, അഡ്വഞ്ചർ ടൂറിസം, ബുദ്ധിസ്റ്റ് സർക്യൂട്ട്, സ്വദേശ് ദർശൻ, ജസ്റ്റ് ചെറിയ നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതൊരു കൊടുത്തോണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായ കോമ്പറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ടൂറിസം സെക്ടറിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. മറ്റു ന്യൂസ് ഉണ്ടായിരുന്ന കോൾ മേഖല ഉണ്ടായിരുന്ന ഇഷ്യൂസ് ആണ്. GS3 നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് അറിഞ്ഞിരിക്കാം. ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, തെർമൽ പവർ പ്ലാന്റുകളൊക്കെ വളരെ എന്ത് ചെയ്യുന്നുണ്ട്, സിവിയർ കോൾ ഷോർട്ടേജ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന റീസൺസ്, പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ഷോർട്ടേജിന്റെ റീസൺസ് എന്താണ്, ഇറപ്ഷൻ ഓഫ് ദി പവർ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ഓക്കെ, റിക്കവർ ചെയ്യാണ് COVID-19 പാൻഡമിക്കിന്റെ അവിടുന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് കോൾ ഷോർട്ടേജിന്റെ സമയത്ത് വീണ്ടും ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കൂടുന്നുണ്ട്. അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് കോള് കിട്ടാത്തതുകൊണ്ടും അത്തരത്തിലുള്ള ഇലക്ട്രിസിറ്റി കൂട്ടാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ള പ്രശ്നം വരുന്നുണ്ട്. പിന്നെ തെർമൽ പവർ പ്ലാന്റിന്റെ ഷെയർ കൂടുന്നത് പറയാൻ പറ്റും. ഓക്കെ, ഏകദേശം തെർമൽ പവർ പ്ലാന്റ് ഇന്ത്യയുടെ ഷെയർ എന്ന് പറയുന്നത് ഏകദേശം 66% എത്തിയിട്ടുണ്ട്. മുമ്പ് 61% ഉണ്ടായിരുന്നു 2019. അപ്പൊ അതും ഇൻക്രീസ് ചെയ്ത് വരികയാണ്. പിന്നെ ഫ്ലഡിങ് ആൻഡ് റെയിൻഫാളിന്റെ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രൊഡക്ഷൻ കുറയാൻ കാരണമായിട്ടുണ്ട് കോൾ. അത് വീണ്ടും അതിനെ നമ്മളുടെ അവൈലബിലിറ്റി ഓഫ് ദി കോൾ ഇമ്പാക്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഇമ്പോർട്ട് ലോവർ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇന്റർനാഷണൽ പ്രൈസും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഇമ്പോർട്ട് നമ്മൾ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ കൂടെ പ്രൈസ് കൂടും ചെയ്തും കൂടി അത് നമ്മളെ കോൾ അവൈലബിലിറ്റി കുറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഇതിന്റെ ഇങ്ങനെ ഉണ്ടാവുകയാണ് ഇതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും, അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ എക്കണോമിക് റീ ഓപ്പണിങ്ങിനെ അത് കൂടുതലായിട്ട് എന്ത് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നു പറയാൻ പറ്റും. അപ്പൊ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ബിസിനസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മൈറ്റ് ഡൗൺ സ്കെയിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ കാരണമായിട്ട് മാറും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പവർ ക്രൈസ് ഒക്കെ ഉണ്ടാകുന്ന ലോങ് ടൈമിൽ അത് നമുക്ക് നമ്മുടെ എക്കോണമിനെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ പറ്റാം, ഒന്ന് റാമ്പ് അപ്പ് ചെയ്യുക മൈനിങ്. ഓക്കെ, ക്ലോസ്ലി ഗവൺമെന്റ് മോണിറ്റർ ചെയ്തുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റേറ്റ് റൺ കോൾ കോർപ്പറേഷനിലൂടെ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് സപ്ലൈ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുക. പിന്നെ സപ്ലൈ കൺട്രോൾ ഉണ്ടാക്കാം. ഓക്കെ, റേഷനിങ് ചെയ്യാം പവർ സപ്ലൈസിന്റെ കാര്യത്തിൽ റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസിലൊക്കെ. പിന്നെ ഇമ്പോർട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട് കൂടുതലായിട്ട്, കാരണം നമ്മുടെ ഡിമാൻഡ് കൂട്ടണം. ഡിമാൻഡ് കൂടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇലക്ട്രിസിറ്റി ഡിമാൻഡ് വ്യക്തമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അതിനാവശ്യമായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ചെയ്യേണ്ടി വരും ഷോർട്ട് ടൈമിൽ. പിന്നെ ഹൈഡ്രോ പവർ ജനറേഷൻസ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കൂട്ടേണ്ടതുണ്ട്. ഒക്കെ മൺസൂൺ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. പിന്നെ നാച്ചുറൽ ഗ്യാസ് പവേർഡ് ജനറേറ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ടേൺ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കൊടുത്ത് ഇതിന്റെ ഉപയോഗം ഡിമാൻഡ് കുറച്ച് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ജസ്റ്റ് കോളിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കേണ്ട മോസ്റ്റ് അബണ്ടന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഫോസിൽ ഫ്യൂൽ ആണെന്ന് അറിഞ്ഞിരിക്കാം. ഡൊമസ്റ്റിക് ഫ്യൂൽ ആയിട്ടും ഇൻഡസ്ട്രീസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അയൺ ആൻഡ് സ്റ്റീൽ സ്റ്റീം എഞ്ചിൻസിലൊക്കെ ഇലക്ട്രിസിറ്റിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റിയിൽ ഇത് കോൾ എന്ന കലസിനെ പറയപ്പെടുന്നത് തെർമൽ പവർ എന്നുള്ള പറയാം. ഓക്കെ, അപ്പൊ അതിനെ കോൾ ഉണ്ടാകുന്ന മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് എന്ത് ഈ കോൾ ഉണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് വേൾഡിലുള്ള ആളുകളാണ് ഏതൊക്കെ, ചൈന, US, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഇന്ത്യയൊക്കെ വേൾഡിലുള്ള ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇന്ത്യയിലുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊക്കെ, റാണിഗഞ്ച്, ജാരിയ തുടങ്ങിയ ബൊക്കാറോ ഒക്കെ ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ ഇന്ത്യയിൽ എന്താണ് ഈ ഒരു കോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടുതൽ ഏരിയകളാണെന്ന് അറിഞ്ഞിരിക്കാം. കോൾ നമുക്ക് പ്രധാനമായിട്ടും എന്ത് ചെയ്യാം, 4 റാങ്ക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്, സബ് ബിറ്റുമിനസ് ആൻഡ് ഇഗ്നൈറ്റ് എന്നുള്ള ഇതിലാണ്. ഈ റാങ്കിങ് ചെയ്യുന്നത് അതിന്റെ എമൗണ്ട് ഓഫ് കാർബണിന്റെ അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് അതിന്റെ ബേസിലാണ്. ഹീറ്റ് എനർജി എന്നുള്ള രീതിയിലാണ് എത്രത്തോളം അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ലിഗ്നൈറ്റ് ആണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഗ്രേഡ് എന്ന് അറിഞ്ഞിരിക്കാം, തമിഴ്നാട്ടിലെ റീജിയനിലൊക്കെ ഉള്ളത്. ഓക്കെ, അതാണ് നമുക്ക് ഇന്നത്തെ ന്യൂസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമുക്കൊരു മറ്റൊരു ന്യൂസുമായിട്ട് ഉടൻ കാണാം.